തെരഞ്ഞെടുപ്പിൽ ബെറ്റ് പാലിച്ച സംഭവത്തിലേക്കാണ് ഇനി. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചതോടെ വാക്കുപാലിച്ച് CPI നേതാവ് മുസ്ലിം ലീഗിൽ ചേർന്നു. മലപ്പുറം തൂവൂർ ടൗൺ ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി ഗഫൂറാണ് പാർട്ടി വിട്ടത്. മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഷെരീഫുമായി സ്വരാജ് ജയിക്കും എന്നായിരുന്നു ബെറ്റ്. സ്വരാജ് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കും, പൊതുപ്രവർത്തനം നിർത്തിവെക്കും എന്ന് ഞാൻ ഗഫൂറിനോട് പറയുകയും ഗഫൂർ തിരിച്ച് എഗ്രിമെന്റ് വെച്ചിട്ട് പേപ്പറിൽ എഗ്രിമെന്റ് വെച്ചിട്ടാണ് ഗഫൂറിനോട് തിരിച്ചു പറഞ്ഞു, ഞാൻ സ്വരാജ് തോറ്റു കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്താണ് വിജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്റെ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന നക്ഷത്രാന്തിക ഹരിത പതാകയുടെ പ്രവർത്തകനായി അതിന്റെ ഒരാളായി തൂവൂരിൽ പ്രവർത്തിക്കും സജീവമായിട്ടെന്ന് അവർ എനിക്ക് വാഗ്ദാനം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ അവരിന്ന് രാവിലെ തന്നെ എന്നെ തേടി എന്റെ വീട്ടിൽ വരികയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹുസൈന്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുകയും അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എത്തിയത്. പ്രിയപ്പെട്ട ഗഫൂർ ഇന്നു മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ് സസന്തോഷത്തോടുകൂടി. എന്റെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്താണ് ഗഫൂർ CPIയിലെ തൂവൂർ ടൗൺ ലോക്കൽ സെക്രട്ടറി. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. വിപിൻ, ഇതൊരു വല്ലാത്ത ബെറ്റായിപ്പോയി. സാധാരണ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ബെറ്റ് വെക്കുന്നതും അതിൽ തോൽക്കുന്നതും പിന്നീടുള്ള രസകരമായ കാഴ്ചകളും അനുഭവങ്ങളും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതല്പം കടന്നുപോയി. ഇതുവരെ വിശ്വസിച്ച ആശയമാണ്, ആദർശമാണ്, രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതൊരു സാധാരണ പ്രവർത്തകനൊന്നുമല്ല. CPI തൂവൂർ ടൗൺ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്, പ്രാദേശിക നേതാവാണ്. എന്താണ് ഈ ഗഫൂർ പറയുന്നത് വിപിൻ? രജിത്ത്, തുവൂരുകാർ വാക്കു പറഞ്ഞാൽ വാക്കായിരിക്കും എന്നുള്ളത് ഇനിയുള്ള കാലത്ത് പറയാവുന്ന രീതിയിലുള്ള ഒരു ബെറ്റും അത് പ്രാവർത്തികമാക്കുകയൊക്കെ ചെയ്യുകയാണ് ഇപ്പോൾ ഗഫൂർ. ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തി നിന്ന 14-ാം തീയതി രാവിലെയാണ് ഈ ബെറ്റ് നടന്നത്. ഒരു ഉഗ്ര ബെറ്റ് എന്ന് തന്നെ പറയാവുന്ന ബെറ്റ് നടന്നത്. അതിൽ ഉണ്ടായിരുന്നത് തുവൂരിൻ്റെ ടൗൺ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഗഫൂറും ഒപ്പം തന്നെ ഷെരീഫ് അബ്ദുള്ള എന്ന് അദ്ദേഹം കൊപ്പത്ത് മാനു എന്നാണ് അറിയപ്പെടുന്നത്. ഈ കൊപ്പത്ത് മാനു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും ഇവർ തമ്മിൽ സുഹൃത്തുക്കളുമാണ്. അപ്പോൾ ഒരു ചായപ്പീടിയയിൽ വെച്ചിട്ടുള്ള ഒരു ചർച്ച അത് പിന്നീട് രാഷ്ട്രീയമായിട്ടുള്ള വലിയ തർക്കത്തിലേക്ക് പോവുകയായിരുന്നു. ഈ തർക്കത്തിൻ്റെ സമയത്ത് മാനു പറഞ്ഞു, ആര്യാടൻ ഷൗക്കത്ത് എങ്ങാനും തോൽക്കുകയാണെങ്കിൽ താൻ തൻ്റെ ഈ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കാമെന്ന്. അതല്ല, ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ ഞാൻ മുസ്ലിം ലീഗിൽ ചേരാമെന്ന് ഗഫൂറും പറയുകയായിരുന്നു. അതിനുശേഷം ഈ സംഭവം അങ്ങനെ നടന്ന് ഇപ്പോൾ ഇന്നലെ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ മാനുവിനെ തെരഞ്ഞ് ഗഫൂർ വരികയായിരുന്നു. ഞാൻ ആ വാക്ക് പാലിക്കാൻ തയ്യാറാണ്, ഞാൻ ഇനി മുസ്ലിം ലീഗിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ CPIയുമായിട്ടുള്ള അവിടുത്തെ ഭാരവാഹിത്വവും അംഗത്വവും രാജിവെച്ചു എന്നുള്ളതാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് രാജിവെച്ചു, ഇനി മുസ്ലിം ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കും, ഔദ്യോഗികമായി തന്നെ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുക്കും എന്നുള്ളത് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഒരു സമയത്ത് ഒരു ആശയമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മുസ്ലിം ലീഗുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇനി ഗഫൂർ തീരുമാനിക്കുകയാണ്. ആ ബെറ്റിനോട് പറഞ്ഞ ബെറ്റിൻ്റെ വില കാത്തു സൂക്ഷിച്ചു എന്ന് തന്നെ പറയാം. ഇത് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഭാഗമല്ല, ഈ തുവൂർ എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ കൗതുകം നടന്നിരിക്കുന്നത്. ഇവന് വളരെ രസകരമായി തോന്നുന്നു ഈ വാർത്ത. ഇനി ഗഫൂറിന് മുന്നിൽ എന്താണ് വഴി? ഇത് ഇങ്ങനെ ഇനി ലീഗിൻ്റെ പ്രവർത്തകനായി ദീർഘനാൾ പ്രവർത്തിക്കുക എന്നുള്ളതാണോ? അതോ വഴിയുണ്ട്? ബെറ്റ് വാക്ക് പാലിച്ചിരിക്കുന്നു, ലീഗിൽ ചേർന്നിരിക്കുന്നു, ഇനി രാജിവെച്ച് തിരിച്ച് CPIയിലേക്ക് പോകാനുള്ള ആലോചനയുണ്ടോ ഗഫൂറിന്? ഇല്ല, നമ്മളിത് സംസാരിച്ച സമയത്ത് അന്ന് നല്ല രീതിയിലുള്ള ഒരു തർക്കമാണ് ആ ചായക്കടയിൽ വെച്ച് നടന്നത്. അപ്പോൾ ആ തർക്കത്തിൻ്റെ സമയത്താണ് ഇത്തരത്തിൽ രണ്ടുപേരും ബെറ്റ് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം എന്നൊക്കെ നമ്മൾ നാട്ടുഭാഷയിൽ പറയുന്ന പോലുള്ളൊരു ബെറ്റ് വയ്ക്കലായിരുന്നു. പരസ്പരം അവരുടെ രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ള സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് രണ്ടുപേരും പറയുന്നു. അതിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമോ അതല്ല ഗഫൂർ ഈ മുസ്ലിം ലീഗിൽ ചേരുമോ എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു ചർച്ച. അതിനുശേഷം അതൊരു കാര്യമാക്കി എടുത്തിരുന്നു എന്നുണ്ടെങ്കിലും ഇത്രയും ഗൗരവം ഈ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായ മാനു കരുതിയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഗഫൂർ തെരഞ്ഞു വരികയും ഇത്തരത്തിൽ ഞാൻ ഇത് ചേരാൻ തയ്യാറാണ്, ഞാൻ ആ വാക്ക് പറഞ്ഞതാണല്ലോ എന്ന് പറയുകയുമായിരുന്നു. ആ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇനി ഞാൻ മുസ്ലിം ലീഗിൽ ചേരും എന്നുള്ളതും പറഞ്ഞിരിക്കുകയാണ്. ആ വീഡിയോ ആണ്, അവർ തമ്മിൽ ആ വീട്ടിൽ വെച്ച് നടന്നിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ഈ പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. അറിയിച്ചിട്ട് ശരി, വിപിൻ സി വിജയൻ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എന്തായാലും നമ്മളൊക്കെ എല്ലാവരും തന്നെ ബെറ്റ് വെക്കുമ്പോൾ ഓർക്കുക, ഇങ്ങനെ കടുത്ത ബെറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് പണി കിട്ടും എന്നുള്ളതാണ് ഈ ഗഫൂറിൻ്റെ അനുഭവം.